മുസ്ലിം ലീഗ് നേതാവ് പടന്നയിലെ VKP ഹമീദ് അലി വിടവാങ്ങി. 66 വയസ്സായിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. മരണവിവരമറിഞ്ഞ പടന്നയിലെ വീട്ടിൽ പുലർച്ചെ മുതൽ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള നൂറുകണക്കിന് ആളുകൾ ഒഴുകിയെത്തുകയായിരുന്നു. മുസ്ലിം യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ്, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ്, കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ്, UDF തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം ചെയർമാൻ തുടങ്ങി നിരവധി സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് പടന്നയിലെ VKP ഹമീദ് അലി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും പടന്ന മൈമ സ്കൂൾ ചെയർമാനും പടന്ന മദ്രസ കമ്മിറ്റിയിൽ ഉൾപ്പെടെ നിരവധി സംഘടനാ ഭാരവാഹിയുമാണ്. VKP ഹമീദ് അലിയുടെ നിര്യാണത്തെ തുടർന്ന് മുസ്ലിം ലീഗിന്റെയും പോഷക സംഘടനകളുടെയും കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ പരിപാടികളും 3 ദിവസത്തേക്ക് മാറ്റിവെച്ചതായി ജില്ലാ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പടന്ന കൊട്ടയന്താറിലെ വീട്ടിലെത്തിയിരുന്നു. നെല്ലിക്കുന്ന് MLA, കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാനും സംസ്ഥാന മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ MP ജോസഫ്, മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് A അബ്ദുറഹിമാൻ, പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം എന്നിവർ അനുശോചിച്ചു. വിദ്യാഭ്യാസ മേഖല എടുത്തു നോക്കിയാലും സാംസ്കാരിക മേഖല എടുത്തു നോക്കിയാലും ഒക്കെ അതിന് നല്ല നേതൃത്വം നൽകാൻ ഹമീദ് അലിക്ക് കഴിഞ്ഞിരുന്നു. നിസ്വാർത്ഥനായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ കറകളഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അകവും പുറവും എല്ലാം ഒന്നായിരുന്നു. എല്ലാ ആളുകളോടും, അത് വലിയ ആളുകളായാലും ചെറിയ ആളുകളായാലും എല്ലാ ആളുകളോടും ഒരേപോലെ പെരുമാറാനും എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുവാനും കഴിഞ്ഞിരുന്ന സാധാരണമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഹമീദ് അലി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ മരണം നമുക്ക് എല്ലാവർക്കും വലിയ ഒരു സന്ദേശവും സൂചനയുമാണ് നൽകുന്നത്. DCC പ്രസിഡന്റ് PK ഫൈസൽ, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, മുസ്ലിം ലീഗ് ജില്ലാ നേതാക്കളായ A ഹമീദ് ഹാജി, മുനീർ ഹാജി തുടങ്ങി നിരവധി നേതാക്കൾ പടന്നയിലെ വീട്ടിലെത്തിയിരുന്നു. PKC നാദ്രയാണ് ഭാര്യ. ഇർഷാദ്, ഇർഫാൻ എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.